നന്നായി ശ്രദ്ധിക്കാം. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കണം, അപ്പോൾ മാത്രമേ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുകയുള്ളൂ. യേശുവിൻ്റെ അടുത്ത ശിഷ്യന്മാരിലൊരുത്തനാണല്ലോ പത്രോസ്. പത്രോസ് എന്ന മനുഷ്യൻ ഒരു ദിവസം യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? ഇവിടെ ഒരു വിഷയം എന്താണ്? അതായത് പത്രോസ് എന്ന യേശുവിൻ്റെ ശിഷ്യന് ക്ഷമയെക്കുറിച്ചൊരു സംശയം. എന്താ സംശയം? സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? അപ്പം ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സഹോദരനുമായിട്ട് എന്തോ വഴക്കുണ്ടായി. നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യനാണെന്നോർത്ത് വഴക്കുണ്ടാകാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ എന്തോ വഴക്കുണ്ടായിട്ടുണ്ട്. 12 ശിഷ്യന്മാർ അവരുടെ വീടും കുടുംബവും വിട്ട് യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കുക. അതിനിടയിൽ ഒരു ശിഷ്യൻ ചോദിക്കുക, എൻ്റെ സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരുടെ ഇടയിൽ എന്തോ വഴക്കുണ്ട്. ഞാനിങ്ങനെ വിചാരിക്കുന്നു, ആരോ ഒരാൾ പത്രോസിനോട് കൂടെ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യം സത്യമാണ്, മനുഷ്യർ ഒരുമിച്ച് കൂടിയാൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകും. അതിൻ്റെ കാരണം ജീവനുള്ളതുകൊണ്ടും ചിന്തിക്കുന്നത് കൊണ്ടുമാണ്. മരിച്ചു കിടക്കുകയാണെങ്കിൽ വഴക്കുണ്ടാവത്തില്ല. അപ്പം മനുഷ്യൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഉണ്ടായ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നത്തിലേക്കുള്ള വഴി തിരിയുകയോ തിരിയാതിരിക്കുകയോ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ ഉണ്ടായ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നാണ് അടുത്തൊരു പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നത്. പെട്ടെന്നുണ്ടാകാവുന്ന ഒരു കോപമോ ഒരു ദേഷ്യമോ ഒരു അഭിപ്രായ വ്യത്യാസമോ അത് സ്വാഭാവികമാണ്, മനുഷ്യനുള്ളിടത്തോളം കാലം ഉണ്ടാകും. എന്നാൽ അത് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഉണ്ടായ പ്രശ്നത്തെ നാം കൈകാര്യം ചെയ്യുന്നതിലുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ പത്രോസ് എന്ന മനുഷ്യനോട് ആരോ എന്തോ പ്രശ്നം ഉണ്ടാക്കി. പത്രോസ് 1 ക്ഷമിച്ചു, 2 ക്ഷമിച്ചു, 3 ക്ഷമിച്ചു, 4 ക്ഷമിച്ചു, 5 ക്ഷമിച്ചു, 6 ക്ഷമിച്ചു. ദേഷ്യം വന്നപ്പോൾ യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ഒരുത്തൻ എന്നോട് വഴക്കുണ്ടാക്കുക, ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? യേശു ഒന്നും മിണ്ടിയില്ല. ഇവൻ തന്നെ പറയുകയാണ്, 7 വട്ടം മതിയോ? എന്താ 7 വട്ടം എന്ന് പറഞ്ഞേ? ബൈബിളിൽ 7-നൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദൈവം തമ്പുരാന് 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 6 ദിവസം വേല ചെയ്തിട്ട് 7-ാം ദിവസം നീ സ്വസ്ഥമായിരിക്കണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 7 ദിവസം ഉത്സവം ആചരിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. 7 ഉത്സവങ്ങളുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ 7, 7, 7, 7 എന്നും പറഞ്ഞുകൊണ്ട് ബൈബിളിലെ ഒരു നല്ല സംഖ്യയാണ് 7. പലപ്പോഴും 7-ന് അല്പ പ്രാധാന്യം പോലെ കാണുന്നുണ്ട്. അപ്പം ഇത് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, സഹോദരൻ എന്നോട് വഴക്കുണ്ടാക്കുകയാണ്, ഞാൻ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ പോരെ? അപ്പം ഇവൻ വിചാരിച്ചത് യേശു അതിന് സാങ്ഷൻ കൊടുക്കും. 7 മതി, 7 കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കൈകാര്യം ചെയ്യാം. ഇങ്ങനെ പറയുമെന്ന പ്രതീക്ഷയിൽ ഈ മനുഷ്യൻ യേശുവിനോട് ചോദിച്ചു. യേശു പറഞ്ഞ മറുപടി ഭയങ്കരമാണ്. യേശു പറഞ്ഞത് 7 വട്ടമല്ല, 70 വട്ടം. നമുക്ക് ധൃതി വെക്കാതെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് ആ ഭാഗം ഒന്ന് ധ്യാനിച്ച് ക്ഷമയെക്കുറിച്ചുള്ള ഈ 2ാമത്തെ സന്ദേശം നമുക്ക് പഠിക്കാം. നിങ്ങളെല്ലാവരും വേദപുസ്തകം എടുത്ത് ആ ഭാഗം ഒന്ന് വായിക്കണം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ? യേശു അവനോട് 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. 70 വട്ടം. ഞാൻ ഈ വിഷയം ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ പലരോട് ചോദിച്ചിട്ടുണ്ട്, 70 എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഒറ്റ ഉത്തരമാണ് പറഞ്ഞത്, 7 ഗുണം 70 സമം 490. യേശു പറഞ്ഞത് 490 എന്നല്ല. പത്രോസിൻ്റെ ചോദ്യം ക്ഷമ എത്ര എന്നാണ്. യേശുവിൻ്റെ ഉത്തരം ക്ഷമ എങ്ങനെയെന്നാണ്.
വിശദീകരിക്കാം. അല്പം ശ്രദ്ധിക്കണം. 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നെന്ന് പറഞ്ഞു. നിർത്തിയില്ല, വിശദീകരിക്കുകയാണ്. ക്ഷമയെക്കുറിച്ച് ഒരാൾ ചോദിച്ചത് യേശുവിന് ഇഷ്ടപ്പെട്ടു. കാരണം യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ക്ഷമയെക്കുറിച്ച് ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ടോ? യേശുവിൻ്റെ അടുക്കുക, വേറൊരു നേതാവിൻ്റെ അടുക്ക പോകരുത്. യേശു ഇത് പഠിപ്പിക്കുകയല്ല, കാണിക്കുക ചെയ്തത്. ജീവിതം കൊണ്ട് തെളിയിച്ചല്ലോ യേശു അത്. യേശുവിനെ പിടിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവർ വീണുപോയി. യേശു അവരെ എഴുന്നേൽപ്പിച്ചു. യേശുവിൻ്റെ അടുത്ത് നിന്ന ശിഷ്യൻ ദേഷ്യം വന്നിട്ട് വാളെടുത്ത് വെട്ടിയിട്ട് ഒരു മനുഷ്യൻ്റെ ചെവി അറ്റ് താഴെ വീണു. യേശു ആ ചെവി എടുത്ത് അവിടെ വെച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി. ഇതാണ് യേശു. ക്ഷമയുടെ പര്യായ പദമാണവൻ. അവനോട് ചെന്ന് ചോദിക്കുക എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന്. യേശു മറുപടി വിശദമായിട്ട് പറയുക. ബൈബിളിൽ ഇത്രയും നീട്ടി പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. യേശു പറയുകയാണ്, സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വീട്ടുവാൻ വകയില്ലായാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു തീർക്കാമേ എന്ന് പറഞ്ഞ് കരഞ്ഞു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ അവൻ ചെന്ന് കടം വീട്ടുമ്പോൾ അവനെ തടവിലാക്കി. ഈ സംഭവിച്ചത് അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ട് വളരെ ദുഃഖിച്ച് ചെന്ന് സംഭവിച്ചതൊക്കെ യജമാനെ ബോധിപ്പിച്ചു. യജമാൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കാൽ ഞാൻ ആ കടമൊക്കെ ഇളച്ചു തന്നല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു അവൻ്റെ കട തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. വാക്യം 35 ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. അല്പം നീണ്ട ഭാഗമായതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. നിങ്ങൾ ലോകത്തിൽ എവിടെ ചെന്നാലും മറക്കരുതാത്തൊരു പാഠമായി ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. തമാശ കഥയൊന്നും പറയാനായിട്ട് ഈ വിലയേറിയ സമയം എടുക്കത്തില്ല. നിങ്ങൾക്കെല്ലാം വളരെ തിരക്കുണ്ട്. രാവിലെ പല കാര്യങ്ങൾക്ക് പോകേണ്ടവരാണ് ഈ വചനം കേൾക്കാനിരിക്കുന്നത്. നിങ്ങളുടെ സമയം ഒട്ടും നഷ്ടപ്പെടുത്തത്തില്ല. അതിപ്രധാനപ്പെട്ട ഒരു ലെസൺ നിങ്ങളോട് പറയാൻ പോവുകയാണ്. എന്താ നമ്മുടെ വിഷയം? ദൈവം നിങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കണം. നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിച്ച പോലെ മാത്രമേ ദൈവം നിങ്ങളോട് ക്ഷമിക്കുകയുള്ളൂ. ഈ കാര്യം യേശു പ്രയറിലൂടെ പഠിപ്പിച്ചു. എന്നാൽ ഈ പ്രയറൊക്കെ പഠിച്ച ഈ പത്രോസ് ഒരു വിഷയം വന്നപ്പോൾ, പുസ്തകത്തിലെ പശു പുല്ല് തിന്നോ? തിന്നണം. മറ്റു പുസ്തകങ്ങളിലെ തിന്നില്ല. പക്ഷെ വേദപുസ്തകത്തിലെ സത്യങ്ങൾ ആക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പുസ്തകം കൊണ്ട് പ്രയോജനമില്ല. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ പുസ്തകത്തിൽ പറഞ്ഞ പോലെയൊക്കെ പറ്റുമോ പാസ്റ്റർ? നിശ്ചയമായിട്ട് പറ്റും. ശ്രദ്ധിക്കുക, പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സൗഖ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ജീവിക്കണം. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുവിനെ നമുക്ക് പ്രാപിക്കണമെങ്കിൽ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണം നാം പാലിക്കണം. നമുക്ക് നോക്കാം. പുസ്തകത്തിൽ ക്ഷമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതിപ്രധാനപ്പെട്ട ഈ ലെസൺ നാം പഠിച്ചേ തീരും. നോക്കാം. സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? യേശുവിൻ്റെ ഉത്തരം 7 വട്ടം അല്ല, 70 വട്ടം. അത് കഴിഞ്ഞ് ഒരു കഥ പറഞ്ഞു. 2 പേര് കടം മേടിച്ച കഥ. ആ കഥ പറഞ്ഞ് തീർന്നു വെച്ച് 10 വാക്യം അങ്ങോട്ട് കഴിഞ്ഞിച്ച് 35-ാം വാക്യത്തിൽ പറയുക, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം, ഇല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ക്ഷമിക്കത്തില്ല. ഞാൻ വിവരിക്കട്ടെ. എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം എത്ര പ്രാവശ്യം എന്നല്ല യേശു പറഞ്ഞത്, ഹൃദയപൂർവ്വം ക്ഷമിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാചകം. ഒന്നുകൂടെ പറയാം. എത്ര ക്ഷമിക്കണമെന്ന് പത്രോസ് ചോദിച്ചു. എങ്ങനെ ക്ഷമിക്കണമെന്ന് യേശു മറുപടി പറഞ്ഞു. മനസ്സിലായി കാണില്ല. ക്ഷമയുടെ എണ്ണമാണ് പത്രോസിൻ്റെ ചോദ്യം. ക്ഷമയുടെ വിധമാണ് യേശുവിൻ്റെ മറുപടി. ക്ഷമിക്കേണ്ട പോലെ ക്ഷമിച്ചാൽ
എണ്ണിക്കൊണ്ട് ക്ഷമിക്കാൻ പറ്റില്ല. ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ടതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകട്ടെ. കർത്താവ് ഒരു ഉദാഹരണം പറയുകയാണ്. കടം കൊടുക്കുന്ന ഒരു മനുഷ്യൻ, പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആളായിരിക്കും. ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തു. അവൻ ഈ 10 ലക്ഷം കൊണ്ടൊക്കെ ഓരോ ബിസിനസ് ചെയ്യുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് വേറൊരുത്തൻ ഒരു 100 രൂപ മേടിച്ചു. കാലങ്ങൾ കുറെ കഴിഞ്ഞു. ഈ 10 ലക്ഷം മേടിച്ചവൻ്റെ മുതലാളി, ഉടമസ്ഥൻ ഇവനെ വിളിപ്പിച്ചു. നീ എന്താ പൈസ തിരിച്ചു തരാത്തെ? എൻ്റെ പൊന്നയജമാനെ എൻ്റെ കയ്യിലില്ല. അയാൾ വേഗം ഇന്നത്തെ പോലെ തന്നെ ഗുണ്ടകളെ വിട്ട് വീട് ആക്രമിക്കുക, വസ്തുവകകൾ പിടിച്ചുകൊണ്ട് പോവുക. ഇതാണല്ലോ, അത് തന്നെ അയാൾ ചെയ്തു. അയാൾ പറഞ്ഞ് അവൻ്റെ വീടും ഭാര്യയും മക്കളെ എല്ലാം പിടിച്ച് ജയിലിലിട്ട് എല്ലാം കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഈ മനുഷ്യൻ ചെന്നിട്ട് ഈ മുതലാളിയുടെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പൊന്ന് സാറേ, എൻ്റെ കാശില്ലേ, എൻ്റെ ഭാര്യയും മക്കളെ പിടിച്ചുകൊണ്ട് പോകല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും കടം പണിയെടുത്ത് വീട്ടാ, പ്ലീസ് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞു. എത്രയാണ്? 10 ലക്ഷം രൂപ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് നമുക്ക് മനസ്സിലാകില്ല. അതിനേക്കാൾ വലിയ തുകയാണെങ്കിൽ ഞാൻ ചെറിയ തുക പറയുകയാണ് എന്ന് പറഞ്ഞ് ഇയാളങ്ങ് കരഞ്ഞു. കരഞ്ഞപ്പോൾ ഈ വലിയ മുതലാളി ക്ഷമിച്ചു. ശരി, അത് റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു, പൊക്കോ, ഞാനത് ക്ഷമിച്ചിരിക്കുന്നു, നീ തിരിച്ചു തരണ്ട. ഓക്കെ. ഇവൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകുമ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ മേടിച്ചവൻ വഴിയെ വരുന്നു. കർത്താവ് പറഞ്ഞ സംഭവമാണ് ഈ പറയുന്നത്. ഇവൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ മേടിച്ചവൻ വഴിയെ വരുന്നു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട കൂട്ടുദാസനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. 10 ലക്ഷം രൂപ ഇളച്ചു കിട്ടിയവനായി വരുന്നത്. അവന്റെ കയ്യിൽ നിന്ന് 100 രൂപ മേടിച്ചവന്റെ തൊണ്ടയ്ക്കാ പിടിച്ചത്, കയ്യേലല്ല പിടിച്ചത്. മനോഭാവം കണ്ടോ? തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കിയാൽ പിന്നെ ഒന്നും സംസാരിക്കാനൊക്കെയല്ലോ. സാറേ ക്ഷമിക്കണം, നാളെ തരാം, നാളെ കഴിഞ്ഞ് ഇതൊന്നും പറയിപ്പിച്ചിട്ടില്ല. തൊണ്ടയ്ക്കാ ഞെക്കിയിരിക്കുന്നത്. കണ്ണും നാക്കും എല്ലാം വെളിയിലേക്ക് ചാടുക. എലിയുടെ കണ്ണിൽ കൂടെ ചോര ചാടുമ്പോൾ പൂച്ചയ്ക്ക് വല്ല മനസ്സിലുണ്ടോ? കഴുത്തിന് പിടിച്ച് ഞെക്കി പിടിച്ചിരിക്കുക. ഇത് വേറെ ചിലർ കണ്ടിട്ട് മറ്റേയാളുടെ അടുക്ക ചെന്ന് പറഞ്ഞു, നിങ്ങൾ അവന് 10 ലക്ഷം രൂപ ക്ഷമിച്ചു, അവൻ അവൻ്റെ കൂട്ടുകാരനോട് 100 രൂപ ക്ഷമിക്കാതെ അവനെ കഴുത്തിന് പിടിച്ച് ഞെക്കുക എന്ന് പറഞ്ഞു. അയാൾ വേഗം പോലീസിനെ വിട്ട് ഇവനെ പിടിച്ച് ജയിലിലടച്ചു. ഞാൻ നിനക്ക് 10 ലക്ഷം രൂപ ക്ഷമിച്ചപ്പോൾ നിനക്ക് 100 രൂപ പോലും ക്ഷമിക്കാൻ മേലല്ലേ, നീ ജയിലിൽ കിടന്നോളാൻ പറഞ്ഞു. ഇതിപ്പോൾ എന്താ സംഭവം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്? പത്രോസിന്റെ ചോദ്യത്തിന് യേശു പറഞ്ഞ ഉത്തര എന്തായിരുന്നു? പത്രോസിന്റെ ചോദ്യം, കർത്താവേ, സഹോദരൻ എന്നോട് പിഴച്ച ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? 7 വട്ടം അല്ല, 70 വട്ടം. 70 വട്ടം എന്ന് പറഞ്ഞാൽ എന്താ? 70 വട്ടം എന്ന് പറഞ്ഞാൽ ഇതാ. എന്താ പറഞ്ഞത്? വിശദീകരിക്കാം. കർത്താവ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവം നിന്നോട് ക്ഷമിച്ച ക്ഷമ നീ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കാൻ. ഇവിടെ ഈ 10 ലക്ഷം ക്ഷമിച്ചത് ദൈവത്തിൻ്റെ സ്ഥാനത്താണ്. ആ ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നീ നിന്റെ സഹോദരനെ കാണാൻ. ഓ, അതിൻ്റെ ആഴം എൻ്റെ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കിയാൽ ഭയങ്കര ഒരു മർമ്മമാണത്. നിനക്ക് കിട്ടിയ ക്ഷമ നീ മറക്കരുത്. നിന്റെ സഹോദരൻ നിന്നോട് മോശമായിട്ട് പെരുമാറുമ്പോഴും നീ ഓർക്കണം, നീയും അത്ര നല്ലവനൊന്നും അല്ല. നിന്റെ നന്മ കൊണ്ടാണോ നിനക്ക് ക്യാൻസർ വരാത്തത്? നിന്റെ നന്മ കൊണ്ടാണോ ഇടിവെട്ടാത്തത്? നിന്റെ നന്മ കൊണ്ടാണോ വണ്ടി ഇടിക്കാത്തത്? അല്ല, ദൈവത്തിൻ്റെ ക്ഷമ കൊണ്ട്, ദൈവത്തിൻ്റെ മനസ്സലിവ് കൊണ്ട്. മനുഷ്യ, നീ ക്ഷമ കിട്ടിയവനാ, നീ മറക്കരുത് കേട്ടോ. നീ ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ട് ജീവിക്കുകയാ. അഹങ്കരിക്കരുത്, ഞെളിയരുത്, നെഞ്ചുവിരിക്കരുത്, വിനയപ്പെടുക. മഹാദൈവം ഒന്ന് കണ്ണടച്ചാൽ നീ വീണുപോകും.
ദൈവത്തിന്റെ ക്ഷമ കൂടാതെ ജീവിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല. ശ്രദ്ധിക്കുക, 10 ലക്ഷത്തിന്റെ ക്ഷമ കിട്ടിയവൻ 100 രൂപയുടെ കാര്യത്തിന് വഴക്കുണ്ടാക്കി. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് വഴക്കുണ്ടാക്കുന്നത്. നിന്നോട് അവൻ എന്ത് ചെയ്താലും നീ അത് ക്ഷമിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം അതിനേക്കാൾ വലിയൊരു തുകയാണ് ദൈവം നിന്നോട് ക്ഷമിച്ചത്. മനസ്സിലാവുന്നില്ല അല്ലേ? ദൈവം നിന്നോട് ക്ഷമിച്ച ക്ഷമ വലുതാണ്. ദൈവം നിന്നോട് ക്ഷമിച്ച ക്ഷമ വലുതാണ്. അത് നിനക്ക് ഈ ജന്മത്ത് കൊടുത്തു തീർക്കാൻ പറ്റില്ല. ആ ഉപമയ്ക്കകത്ത് അവൻ്റെ ഭാര്യയും മക്കളെയും വസ്തുക്കളെയും വിറ്റാലും കടം വീട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. ആ കട ഏതാണെന്നറിയാവോ? മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട കടം. എന്തുവാ? ഈ കാലാരുടെയാ? നിന്റെ കാലാരുടെയാ? കൈ ആരുടെ വകയാ? ഇതിനകത്തിരിക്കുന്ന കിഡ്നി ആരുടെയാ? ലിവർ ആരുടെയാ? ഹാർട്ട് ആരുടെയാ? ഇതിനകത്തൊക്കെ ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ 3 ലക്ഷം രൂപ ചിലവാകും. പക്ഷെ ഇത് ഫിറ്റ് ചെയ്തത് ആരാ? നീ എത്ര രൂപയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു? സൃഷ്ടാവിനോട്. നിനക്കുള്ളത് മുഴുവൻ ദൈവം ദാനമായിട്ട് തന്നതാണ്. അപ്പോൾ 50 ലക്ഷം രൂപ, 50 കോടി രൂപ ദൈവം നിനക്ക് ഇളച്ചു തന്നു. അങ്ങനെയെങ്കിൽ നിന്റെ സഹോദരനോട് നിനക്ക് ക്ഷമിച്ചുകൂടെ? ഇതാ ചോദ്യം. മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടോ? വിഷയം വിവരിക്കാം. സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? യേശു പറഞ്ഞു 7 വട്ടം അല്ല, 70 വട്ടം. എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥമായി വിവരിച്ചത്. എന്നിട്ട് താഴെ പറഞ്ഞു, വാക്യം കേട്ടല്ലോ. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാതിരുന്നാൽ, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. സന്ദേശത്തിന്റെ ഒടുവിലേക്ക് വരുന്നു. നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കുവോ? ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവൻ എന്നോട് അത്ര മോശമായിട്ടാണ് പെരുമാറിയത്. ഉപദേശിക്കുക, ഇതൊക്കെ പറയാം. എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റില്ല, എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ അമ്മായിയമ്മയോട് ക്ഷമിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ മരുമകളോട് ക്ഷമിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ ആളുകളെ എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, ഒരല്പ നിമിഷം കൂടെ നന്നായിട്ടൊന്ന് ചിന്തിക്കണം. നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചില്ലെന്നോർത്ത് അവൻ എന്തു പറ്റും? പിള്ളേരുടെ ഇടയിൽ ഒരു ഭാഷയുണ്ട്, എൻ്റെ കഞ്ഞി വേകാതെ പോകുമോ നീ എന്നോട് ക്ഷമിച്ചില്ലെന്നോർത്ത്. എന്ന് പറഞ്ഞാൽ, ഞാനൊരാളോട് ക്ഷമിച്ചില്ലെന്നോർത്ത് അവന് മഴ കിട്ടാതെ പോകത്തൊന്നുമില്ല, അവന് തേങ്ങ ഉണ്ടാകാതിരിക്കത്തില്ല, അവൻ്റെ കുട്ടി പരീക്ഷയ്ക്ക് തോറ്റു പോകത്തൊന്നുമില്ല, അവൻ്റെ വണ്ടി പോണ വഴിക്ക് മറിയത്തൊന്നുമില്ല. ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ ദോഷം അവനല്ല, എനിക്കാ. തിരിച്ചൊരു ചോദ്യം, ദൈവം നിന്നോട് ക്ഷമിച്ചില്ലെങ്കിലോ? അല്പം പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാകത്തില്ല. ഒന്നുകൂടെ പറയാം. ഞാൻ എൻ്റെ സഹോദരനോട് ക്ഷമിച്ചില്ല എന്നോർത്ത് അവനൊന്നും ഭവിക്കാൻ പോണില്ല. എന്നാൽ ദൈവം എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ എൻ്റെ കഥ കഴിഞ്ഞു. ദൈവം എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ എനിക്കൊരു ദിവസം ജീവിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അത്ര നല്ലവനല്ലെന്നേ. എപ്പോഴും എൻ്റെ ജീവിതത്തിൽ തെറ്റുണ്ട്. ഞാൻ നല്ലവനായത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഭയങ്കര കൊള്ളക്കാർ ഈ രാജ്യത്തുള്ളത് കൊണ്ട് അവരെക്കാൾ ഭേദമാ. അങ്ങനെയാ നമ്മളൊക്കെ നല്ലവരായത്. സ്തോത്രം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ നമ്മളെല്ലാം തെറ്റുകാരാ. പകല് നട്ടുച്ച വെയിലത്ത് നമ്മുടെ ലൈറ്റിന് എന്ത് വെട്ടമാണുള്ളത്? ഈ നല്ല കൂരിരുട്ടുണ്ടാകാമെങ്കിൽ നിന്റെ ലൈറ്റിന് നല്ല പ്രകാശം തോന്നിക്കും. സൂര്യനെ വെല്ലുന്ന പ്രഭയുള്ള തമ്പുരാന്റെ മുൻപിൽ നീ ആരാ? നിന്റെ കൊച്ചു തെറ്റുപോലും അവന്റെ ലൈറ്റിൽ വലുതാവും. ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ ആരും വിശുദ്ധരല്ല.
ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആരും യോഗ്യരല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആരും നല്ലവരല്ല. നമുക്കിന്ന് ഒന്നുകൂടെ അങ്ങ് മുട്ടുകുത്തി കുനിഞ്ഞ് സമ്മതിക്കാൻ ഞാൻ തെറ്റുകാരൻ. ദൈവമേ, നീ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ എനിക്കൊരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗം നമ്മളിങ്ങനെ കേട്ട് രസിക്കാനുള്ളതല്ല. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താനുള്ള സമയമായത്. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ തെറ്റുകാരാണ്. ദൈവം നിന്നോട് ഇന്ന് ക്ഷമിച്ചില്ലെങ്കിൽ നിനക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല. നീ ചെയ്തതും ചിന്തിച്ചതും പറഞ്ഞതും കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചതും ഒക്കെ ഒന്ന് ദൈവം തമ്പുരാൻ അതുപോലെ ഒന്ന് കണക്കെഴുതിയിട്ട് നിന്നെ പിടിച്ചാൽ നിനക്ക് ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റില്ല. ദൈവം നിന്നോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നിനക്കൊരു മിനിറ്റ് ജീവിക്കാൻ അനുവാദമില്ല. എന്നാൽ നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചില്ലെന്നോർത്ത് അവനൊന്നും പറ്റില്ല. മാത്യു എന്ന പേരുള്ള മനുഷ്യൻ ചാക്കോ എന്ന പേരുള്ള മനുഷ്യനോട് ക്ഷമിക്കുന്നില്ല. ചാക്കോ അറിയുന്ന പോലും ഈ കാര്യം. ചാക്കോയുടെ ബിസിനസ്സുമായിട്ട് പോണു. ഞാൻ ക്ഷമിക്കുകയല്ലോ, അവനെ ഞാൻ കണ്ടോളാം. ഇത് പറയും തോറും നിനക്ക് പ്രഷർ കൂടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, ഷുഗർ കൂടുന്നു, അസിഡിറ്റി കൂടുന്നു. അവനെന്താ? നീ ക്ഷമിച്ചില്ലെന്നോർത്ത് അവനൊന്നും പറ്റിയല്ല, പക്ഷെ നീ നശിക്കും. 2, ദൈവം നിന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ നിനക്കിവിടെ നിലനിൽപ്പില്ല. ഞാൻ ക്ഷമയെക്കുറിച്ച് 2-ാം ദിവസമാണ് സംസാരിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് സംഭവങ്ങളിൽ ഇടപെട്ടുള്ള പരിചയങ്ങളും ഈ വിഷയത്തിൽ എനിക്കുണ്ട്. ഒരിക്കൽ ഞാൻ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ആക്സിഡന്റിൽപ്പെട്ട് കാലൊടിഞ്ഞ് കിടക്കുന്ന എൻ്റെ ഒരു സ്നേഹിതനെ കാണാൻ പോവുകയാണ്. ഞാനും എൻ്റെ 1-2 സുഹൃത്തുക്കളും കൂടെ ചേർന്ന് ഒരു വണ്ടിയിൽ അവിടെ ചെന്നിറങ്ങുമ്പോൾ സന്ദർശന സമയമല്ല എന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ കഴിഞ്ഞേ കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ ആ മുറ്റത്ത് വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഷർട്ട് മുഴുവൻ ചോരയിൽ പുരണ്ട് ഒരു 65 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളൊരു മനുഷ്യൻ ഷർട്ട് മുഴുവൻ ചോരയുമായിട്ട് നിൽക്കുന്നു. ഒരു കളങ്കള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് അത് കണ്ടു. അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്താ പറ്റിയെന്ന് ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ ഷർട്ടായിരിക്കും ബ്ലഡ് വന്നത്? അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു മകനേ ഉള്ളൂ, അവൻ്റെ കൈ ഒരുത്തൻ വെട്ടി മുറിച്ച് കളഞ്ഞു. ഇന്ത്യയിൽ, കേരളത്തിൽ ഈ ഒരൊറ്റ ആശുപത്രിയിലെ ഉള്ളിനി അത് വെച്ച് പിടിപ്പിക്കാനുള്ള സ്ഥലം. അതുകൊണ്ട് ആ കൈയുടെ കഷ്ണം എടുത്തുകൊണ്ട് ഇടുക്കിയിൽ നിന്ന് ഞങ്ങൾ വണ്ടി പിടിച്ച് എല്ലാവരും കൂടെ ഇവിടെ വന്നിരിക്കുക. എനിക്ക് ഒറ്റ മോനേ ഉള്ളൂ സാറേ, അവൻ്റെ വലത്തെ കൈ വെട്ടിക്കളഞ്ഞു. അയ്യോ, ആ രംഗം കണ്ടു നിൽക്കാൻ മേല, കേൾക്കാൻ പറ്റില്ല. കേട്ടാ ബോധം കെട്ട് വീഴും. അതുപോലത്തെ കഥയാണ്, ഞാൻ നേരിട്ട് കേട്ടതാണ്. ആ ചോരയാണ് അയാളുടെ ഷർട്ടിൽ മുഴുവനും. ഞാൻ കുറേ നേരം, എനിക്ക് സമയമുള്ളത് കൊണ്ട് അദ്ദേഹത്തോട് അടുത്ത് ചെന്ന് സംസാരിച്ചു. ഇതെങ്ങനെ സംഭവിച്ചതാണെന്ന് ചോദിച്ചു. എൻ്റെ സാറേ, എൻ്റെ മോൻ ഒരു വഴക്കാളിയല്ല, പക്ഷേ ഇതൊരു മുൻവൈരാഗ്യമാണ്. ഏത് മുൻവൈരാഗ്യം? അവിടെ ഇതിനു മുമ്പ് 3 കൊല്ലം മുമ്പ് ഒരുത്തനെ കുറേ പേര് കൂടി കൊന്നു. എൻ്റെ മകനും അതിനകത്തുണ്ടായിരുന്നു, പക്ഷെ അവനാരെയും കൊന്നില്ല. 2-3 കൊല്ലത്തിന് ശേഷം അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവർ കാത്തിരുന്ന് എൻ്റെ മകനെ അവർ വെട്ടി. പക്ഷെ അവൻ മരിച്ചില്ല, കൈ വെട്ടി കളഞ്ഞു. എല്ലാ ആശുപത്രിക്കാരും തള്ളിക്കളഞ്ഞു, കൈ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയല്ല. ഇവർ നോക്കാവെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പ്രയാസമാണ്. ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ചേട്ടൻ എന്താ ജോലി എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കൂലിപ്പണിയാന്ന് പറഞ്ഞു. കൂലിപ്പണിയാണെങ്കിൽ പൊന്നു ചേട്ടാ, ഇനി ട്രൈ ചെയ്യണ്ട, ഒരു 3 ലക്ഷം രൂപ കെട്ടിവെച്ചാൽ ഞങ്ങൾ പരിശ്രമിക്കാം, പക്ഷെ കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം മണിക്കൂറുകൾ കഴിഞ്ഞുപോയി, അതുകൊണ്ട് രക്ഷയില്ല എന്നാണ് മറുപടി. കൊച്ചറിഞ്ഞിട്ടില്ല, അവൻ ബോധം കെട്ട് കിടക്കുകയാണ്. ഇങ്ങനെ ഒരു സമയത്ത് ഞാൻ എന്തോ വേദാന്തം അവരോട് പറയും. ഞാനൊരു സുവിശേഷകനാണ്. ഞാൻ പറഞ്ഞു, ചേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ മുറ്റത്ത് നിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ, ഇവിടെ നിന്ന് ഇവൻ സൗഖ്യമായി കൈ വെച്ച് കെട്ടി ഇല്ല, മുറിഞ്ഞ കൈയുമായിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ വൈരാഗ്യം തീർക്കാൻ അവരെ വെട്ടണ്ടേ എന്ന് ചോദിച്ചു. ഇതിൻ്റെ വൈരാഗ്യം തീർക്കണമെങ്കിൽ അവനെ വെട്ടണ്ടേ? അത് എന്നാ, അടുത്ത ആഴ്ചയിലാണോ അതിൻ്റെ അടുത്ത ആഴ്ചയിലാണോ എന്നാ തീരുമാനിച്ചെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞില്ല, ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞു. എൻ്റെ മകൻ്റെ തല പോയില്ലല്ലോ, ഈ കേസ് ഇവിടെ കൊണ്ട് തീരുകയാണ്, ഇനിയും ഞങ്ങൾ പ്രതികാരത്തിനില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടം കൊണ്ട് ഇത് അവസാനിപ്പിച്ചാൽ നല്ലതാണ്. ഒരിക്കലും
വെട്ടിന് വെട്ടുകൊണ്ട് പരിഹാരമില്ല, കുത്തിന് കുത്തുകൊണ്ട് പരിഹാരമില്ല, ബോംബിന് ബോംബ് കൊണ്ട് പരിഹാരമില്ല. കൊലയ്ക്ക് പകരം കൊല ഒരു പരിഹാരമല്ല. നീ ഒരുത്തനെ കൊല്ലും, അവൻ 2 പേരെ കൊല്ലും. വീണ്ടും നീ 4 പേരെ കൊല്ലും, അവൻ 10 പേരെ കൊല്ലും. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇറാഖിൽ ബോംബ് പൊട്ടാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ? നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. നമ്മൾ കേരളത്തിൽ എത്ര സ്വസ്ഥമായിട്ടാണ് ജീവിക്കുന്നത്. ഒരു ദിവസം എത്ര പേരെ കൊല്ലുന്നു. ഏതാ ഇതിൻ്റെ തുടക്കം? അവിടെ നിന്നൊരു ബോംബ് ഇവിടെ വീണു. അതിൻ്റെ പരിഹാരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വ്യക്തികളിൽ ആരംഭിച്ചു, അത് രാജ്യത്ത് മുഴുവൻ ഇപ്പം നിരന്നു. ആർക്കും ജീവിക്കാൻ മേലാത്ത നില വന്നു. ഞാൻ സുവിശേഷകൻ നിങ്ങളോട് പറയുന്നു, ക്ഷമിക്കൂ, യുദ്ധം അവസാനിപ്പിക്കൂ.